നിന്റെ മാമന്റെ കല്യാണത്തിന് 4 ദിവസം കൂടെ ഉള്ളു. നമുക്കെന്തായാലും തലേദിവസം പോണം. ചിട്ടി അപ്പൊക്കെ തലേദിവസം വരും അമ്മേ. പിന്നല്ലാണ്ട് അവര് വരും, എന്നെ വിളിച്ചോ പറഞ്ഞായിരുന്നു. എൻ്റെ ആകെക്കൂടെയുള്ള ഒരു ആങ്ങളെയാ. എന്നിട്ട് അവൻ്റെ കല്യാണത്തിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പൈസയായിട്ട് എന്തെങ്കിലും ഒന്ന് അവനെ സഹായിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ. വാടക കൊടുത്തും ഇവിടുത്തെ ചിലവും എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ബാക്കി. അച്ഛൻ ആരോടോ പൈസ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്തായി അമ്മ? അച്ഛൻ ആരോടോ കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പൈസ. പുള്ളി ആദ്യമൊക്കെ തരാമെന്ന് പറഞ്ഞ ഇന്ന് രാവിലെ വിളിച്ചോ പറഞ്ഞെന്ന് പറ്റത്തില്ല, എന്തോ ഒഴിവൊഴിവ് പറഞ്ഞത്. പിന്നെ അയാളെയും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തിരിച്ചു കൊടുക്കുമെന്നുള്ള പേടി കാരണമായിരിക്കും. പിന്നെ അതുകൂടാണ്ട് ഇതിനു മുന്നേ നമ്മൾ മേടിച്ചപ്പോഴൊന്നും പറഞ്ഞ സമയത്ത് നമുക്ക് കൊടുക്കാനും പറ്റിയിട്ടില്ല. വിശ്വാസം വേണ്ടേ. ഇന്നിപ്പോൾ അച്ഛൻ ആരോടോ പലിശയ്ക്ക് ചോദിക്കാൻ പോയേക്കുക. കിട്ടിയാ ഭാഗ്യം. സ്വർണത്തിനൊക്കെ എന്നാ വിലയാ. അല്ലെങ്കിൽ വില ഒരു ചെറിയൊരു മോതിരെങ്കിലും മേടിച്ചു കൊടുക്കാമായിരുന്നു അവന്. ഇതിപ്പോൾ 10,000 രൂപന് കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലത്. അമ്മ, എനിക്ക് വയറുവേദന എടുക്കുന്നു. രാവിലെ കഴിച്ച് പുട്ടും കടലടിയും വല്ലതും ആയിരിക്കും. ഞാൻ ബാത്റൂമിലോട്ട് നോക്കേ, അത് ശരിയായിക്കോളും. എന്തു പറ്റി മോളെ? വയറുവേദന മാറിയോ? ചോര മോളെ, കരയാതിരിക്കേ. എന്റെ മോളെ, ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, മോക്ക് പീരിയഡ്സ് ആയതാ. ഈ വലിയ കുട്ടിയാവുന്നയാ. നീ ബാത്റൂമിലോട്ട് കയറിക്കേ, അമ്മ ഇപ്പൊ വരാം. ഒരു സാധനം എടുത്തോണ്ട് വരാം, കയറിയിരിക്കെ. അമ്മയുടെ മോളിവിടെ വിഷമിച്ചിരിക്കുകയാണോ? അമ്മ, എനിക്ക് എന്താ പറ്റിയ? ഒരു പ്രായമാവുമ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്ന എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള. എനിക്ക് തോന്നിയത് അതിൻ്റെ ശരീരപ്രകൃതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്തായിട്ടാവും. പക്ഷെ ഇന്നാവും ഞാൻ വിചാരിച്ചില്ല. മോളെ, നിനക്ക് പ്രായപൂർത്തിയായതാ, നീ വലിയ കുട്ടിയായതാ. അതായത് ആർത്തവം, പീരീഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പേരാട്ടോ, ഒന്ന് തന്നെയാ. ഒരു പെൺകുട്ടിയുടെ ശരീരം ഗർഭിണിയാവാൻ, അതായത് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പ്രാപ്തമാവുന്ന സമയത്തെ പറയുന്നതാണ് ഈ ആർത്തവം എന്ന്. ഇത് മോക്ക് എല്ലാവർക്കും പെൺപിള്ളേർക്കും ഉണ്ടാവുന്നതാണ്. അത് ഓരോ പ്രായമാവുമ്പോൾ പെൺപിള്ളേർക്കും ഉണ്ടാവുന്നതാണ്. ഇതിപ്പോൾ സന്തോഷിക്കുക വേണ്ടേ, വിഷമിച്ചിരിക്കുകയല്ല മോളെ വേണ്ടേ. ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അച്ഛന് വലിയ സന്തോഷമായി. ആദ്യം കേട്ടപ്പോൾ സന്തോഷിച്ചെങ്കിലും പിന്നെ അച്ഛന് സങ്കടം വന്നു. കാരണം വെച്ചാൽ സാധാരണ പെൺമക്കൾക്കൊക്കെ പ്രായപൂർത്തിയാവുമ്പോൾ വലിയ പരിപാടിയൊക്കെ വെച്ച് നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അതൊന്നും പറ്റിയില്ലെങ്കിലും ഒരു ഇച്ചിരി സ്വർണ്ണമെങ്കിലും ഒന്ന് മേടിച്ചൊരു മാലയോ കമ്മലൊക്കെ മേടിച്ചു തരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യം മോക്കറിയാമല്ലോ. ഇപ്പം ഞങ്ങളെ കൊണ്ട് പറ്റില്ല മോളെ. മോളതൊന്നും വിഷമമൊന്നും വിചാരിക്കല്ലേ കേട്ടാ. അതൊന്നും കുഴപ്പമില്ല അമ്മ. ഞാനെന്തായാലും ഇപ്പം തന്നെ അമ്മൂമ്മേനെയും അമ്മായിനെയൊക്കെ ഒന്ന് വിളിച്ച് പറയട്ടെ കേട്ടോ. അവർക്കൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാവും. അവരൊക്കെ വരാതിരിക്കില്ല. അമ്മ, അടുത്ത ഒരുക്കങ്ങളൊക്കെ എന്തായി? ഏകദേശമൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ പണിക്കാരൊക്കെ പോയി. ഇതേപ്പോൾ നമ്മുടെ ശാരദമ്മായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചാച്ചപ്പവും കുഴലപ്പമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ആ ടിന്നിലിട്ടാൽ മതി. നീയും ബാലനൊക്കെ എപ്പോൾ എത്തും? ഞങ്ങൾ തലേദിവസം വരുമേ. തലേദിവസം ആണെങ്കിൽ രാവിലെ ഇങ്ങ് പോന്നേക്ക് കേട്ടോ. വൈകുന്നേരം ആക്കോരം നിൽക്കണ്ട. എന്നിട്ട് ബസ് കിട്ടിയില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞ് കാരണവും പറഞ്ഞുകൊണ്ടിരിക്കരുത്. നേരത്തെ ഇങ്ങ് പോന്നേക്കണം. അമ്മ, പിന്നെ കിങ്ങിണിമോള് വലിയ കുട്ടിയായി. എന്ന്? അമ്മേ, കുറച്ച് നേരമായുള്ളൂ. എനിക്കങ്ങ് പെട്ടെന്ന് ആദ്യം കേട്ടപ്പോൾ ഞാനും വിശ്വസിച്ചില്ല. പിന്നെ അവളെ നിന്ന് കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് വിഷമമായി. എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത്. പാവം അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ. ഞാൻ ബാലേട്ടനെ വിളിച്ച് പറഞ്ഞു. ബാലേട്ടൻ പണിക്ക് പോയേക്കുക. പിന്നെ അമ്മയെ വിളിച്ച് പറയാമെന്ന് വിചാരിച്ച്. അമ്മ, കല്യാണ തിരക്കാന്നൊക്കെ അറിയാം. 4 ദിവസം ഉണ്ടല്ലോ എന്നാലും കല്യാണത്തിന്. അവനൊന്ന് ഇവിടെ വരെ വരാവോ? നമുക്ക് വലിയ സന്തോഷമാവും. എൻ്റെ മോളെ, നീ എന്നെ പറയണേ. ഞാനിപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. ഇവിടെ കല്യാണ തിരക്കല്ലേ. ഇവിടെ ആൾക്കാരും ഒക്കെ വന്ന് പലഹാരം ഉണ്ടാക്കുന്നു. അതിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വന്നാൽ അത് ശരിയാവത്തില്ല. നീ അത് മനസ്സിലാക്കിയേ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ അങ്ങോട്ട് കൈയും വീശി അങ്ങ് വരാൻ പറ്റുമോ? വല്ലതും മേടിച്ചുകൊണ്ട് വരണ്ടേ? നീ സ്വർണ്ണമായിട്ട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണ്ടേ? ഞാൻ അവളുടെ അമ്മമ്മയല്ലേ. അവൾ കൈ വീശി വരുന്നത് എങ്ങനെയാ? അത് നാണക്കേടാ. ഇവിടെ ആണെങ്കിൽ പൈസയ്ക്ക് ഇവിടെ കിടന്ന് നെട്ടോട് ഓടുക. അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് മേടിച്ചോണ്ട് വരിക എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കാര്യമില്ല. പിന്നെ പ്രായപൂർത്തി ആയതല്ലേ, പെൺകൊച്ചുങ്ങളാവുമ്പോൾ അതൊക്കെ ആവും. ഒരു പ്രായമൊക്കെ ആവുമ്പോൾ അങ്ങനെ ആവും. അതിപ്പോൾ അത്ര വലിയ കാര്യമാക്കാനൊന്നും ഇല്ല.
പിന്നെ പണ്ടത്തെ കൂട്ട് വലിയ പരിപാടിയായിട്ടൊന്നും നടത്തണമൊന്നും ഇല്ല. അതൊരു സാധാരണ കാര്യമായിട്ട് കണ്ടാൽ മതി. ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞാൽ ശരിയാവില്ലടി. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നീയും കിങ്ങിണിയും എന്തായാലും കല്യാണത്തിന് വരാൻ നിൽക്കണ്ട. അമ്മ എന്തേ പറയുന്നത്? ഞാൻ എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ഇപ്പോൾ വരണ്ടേ? നീ എന്നാടി ഒരു ബോധമില്ലാണ്ട് വർത്താനം പറയുന്നേ? എടി, ആ കൊച്ചിന് ആദ്യമായിട്ട് പ്രായപൂർത്തിയായതാ. വലിയ കുട്ടിയായിട്ടിരിക്കുമ്പോൾ ഒരു 7 ദിവസം പുറത്തിറങ്ങാൻ പാടില്ല. വീടിന് പുറത്ത് പണ്ടൊക്കെ റൂമിന് പോലും പുറത്തിറങ്ങത്തില്ലായിരുന്നു. ഇപ്പോൾ വീടിനൊക്കെ പുറത്തിറങ്ങും. പക്ഷേ ഇങ്ങനെ ഈ പരിപാടിക്കൊന്നും അങ്ങനെ വരാൻ പാടില്ല. 7 ദിവസമല്ലേ? നീ ആ കൊച്ചിനെ അവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അതൊന്നും പറ്റത്തില്ല. നീ അമ്മയല്ലേ, അതൊന്നും പറ്റും. നീ ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങനെയും വരണ്ട. നീ ബാലിനോട് വരാൻ പറ. ഇവിടെ 100 കൂട്ടം പണിയുണ്ട്, അത് വന്നില്ലേ ശരിയാവില്ല. നീ ഇങ്ങനെയും വരണ്ട. അമ്മ, നീ എന്തായാലും കൊച്ചു കുട്ടികളുടെ കൂടെ സംസാരിക്കരുത്. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇപ്പം 100 കൂട്ടം പണി നടക്കാം, അവളുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി എന്നാട്ടാ, നീ വരാൻ നിൽക്കണ്ടാട്ടാ. ശരി. അതാ വരി ചേച്ചി. എന്താ ജമീല, എന്താ? നീ നല്ല ആള് തന്നെ. ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് നിന്റെ മകൾക്കൊരു വിശേഷം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ല അല്ലേ ഈ? അയ്യോ, ഞാനങ്ങനെ ആരോടും പറഞ്ഞില്ല. ഇതിപ്പോൾ വെച്ചാൽ അത്യാവശ്യം ഒരു പരിപാടിയൊക്കെ ആയിട്ട് നടത്തേണ്ട കാര്യമാണല്ലോ. ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ ഉണ്ട്. പിന്നെ നമുക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ല, അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. നീ പറഞ്ഞില്ലേലും ഇക്കനെ ബാലായിട്ട് ടൗണിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞ്, എന്നെ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ പോയി വേഗം കുറച്ച് സാധനമൊക്കെ മേടിച്ചിങ്ങോട്ട് വന്നെയാണ്. അയ്യോ, അതൊന്നും വേണ്ട. നീ അങ്ങനെയൊക്കെ പറയും. കിങ്ങിണി എന്ന് പറഞ്ഞാലേ എൻ്റെ മോളെ പോലെയാണ് അവള്. അവൾക്കിങ്ങനെ ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ ഞാൻ വരണ്ടേ? അവൾക്ക് എന്തെങ്കിലും എടുത്ത് കൊടുക്കണ്ടേ എനിക്ക്? ഞാൻ കുറച്ച് നാടൻ മുട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അതാകുമ്പോൾ ഈ നാടൻ മുട്ടയൊക്കെ ഈ സമയത്ത് കൊടുത്താൽ നല്ലതാണേ. പിന്നെ ഇച്ചിരി ലഡു, ഇച്ചിരി ഫ്രൂട്ട്സും ഉണ്ട്. ഈ ഇത് പിടിക്ക്. പിന്നെ ഒരു ജോഡി ഡ്രസ്സ് ഉണ്ട് കേട്ടാ. അത് ഞാൻ അവൾക്ക് നേരിട്ട് കൊടുക്കാം. അവൾക്ക് ഇഷ്ടാവോന്നൊന്നും അറിയില്ല, എൻ്റെ സെലക്ഷനല്ലേ. ഇത് പിടിക്കണി അവിടെ നിന്ന്. ഞങ്ങൾക്ക് അവൾക്ക് ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഒരു വഴിയില്ലാണ്ടിരിക്കുകയായിരുന്നു. പാരാട്ടിലാണെങ്കിൽ ഭയങ്കര വിഷമത്തില. പെൺകുഞ്ഞല്ലേ, എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറ്റാണ്ടിരിക്കുമായിരുന്നു. ബന്ധക്കാരെയൊക്കെ വിളിച്ചു പറഞ്ഞേ, എല്ലാവരും ഓരോ കാരണം പറഞ്ഞ് അങ്ങ് ഒഴിവായി. അവരുടെയൊക്കെ മക്കൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും മറന്നുപോയി. പക്ഷെ ഇന്നത്തോടെ എനിക്ക് മനസ്സിലായി, രക്തബന്ധത്തേക്കാൾ വലുതാ ആത്മബന്ധങ്ങൾ അല്ലേ? ഇവിടെ അതും ഇതൊക്കെ പറഞ്ഞ് എന്നെയും കൂടെ വിഷമിപ്പിക്കുമല്ലോ. നീ മുണ്ടാണ്ടിരിക്കും. നല്ല സന്തോഷമുള്ള ദിവസമല്ലേ ഇന്ന്? നീ സാധനമൊക്കെ എടുത്ത് ഉള്ളിലോട്ട് വെക്കാൻ നോക്ക്. ഞാൻ എൻ്റെ മോളെ ഒന്ന് കാണട്ടെ. കിണേ.